എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചില ഫോട്ടോകൾ നിങ്ങളെ കാണിക്കാം. കെ റോഡിൽ, അതായത് കോട്ടയം കുമളി റോഡിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള യാത്രയിൽ കാഞ്ഞിരപ്പള്ളിക്കും 26-ാം മൈലിനും ഇടയ്ക്ക് ഭൂതക്കുഴി എന്ന് പറയുന്ന ഭാഗത്ത് നാട്ടുകാർ പറയുന്നു 6 മാസത്തിലധികമായി മാന്തി ഇട്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്ന ഒരു 4 മാസത്തിലധികമായിട്ട് എങ്ങനെയാണേലും മാന്തി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ, അല്ലെങ്കിൽ അത് ജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ആ ഫോട്ടോകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ കിലോമീറ്ററുകൾ നീളുന്ന ബ്ലോക്കായിരുന്നു. അങ്ങോട്ട് ഭൂതക്കുഴിയിൽ നിന്ന് അങ്ങോട്ട് 26 ആശുപത്രിയുടെ അവിടം വരെയും, കെ റോഡിൽ അങ്ങോട്ട് കുറേ ദൂരം അങ്ങോട്ടും, കാഞ്ഞിരപ്പള്ളി ടൗണിലോട്ടും കാഞ്ഞിരപ്പള്ളി ടൗണിന് ഇപ്പുറത്തേക്കും എല്ലാം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കലുങ്ക് നിർമ്മാണമായത്. ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഏത് റോഡുകൾ എടുത്ത് നോക്കിയാലും അതിൽ കെ റോഡിനുള്ള പ്രത്യേകത 24 മണിക്കൂറും ബസ് സർവീസ് ഉള്ള റോഡാണ്. പ്രൈവറ്റായിട്ടും KSRTC ആയിട്ടും എത്രത്തോളം വണ്ടി ആ റോഡിൽ കൂടെ വന്നു പോകുന്നുണ്ടെന്ന് നമുക്കതിനൊരു കണക്കെടുക്കാൻ പറ്റിയല്ല. അത് അത്രയും ഭീകരമായൊരളവാണ് സാധാരണ സമയങ്ങളിൽ. അല്ലാത്ത സമയങ്ങളിൽ ഈ ശബരിമല സമയങ്ങളിലൊക്കെ വരുന്ന വണ്ടിക്ക് യാതൊരു വിധത്തിലൊരു കണക്കുമില്ല. മൂവാറ്റുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ട വഴിയും പാലാ വഴിയും ഒക്കെ വന്നിട്ട് ഈ ശബരിമലയ്ക്ക് 26 കൂടെ കയറി എരുമേലിക്കൊക്കെ പോകേണ്ട ഭാഗത്ത്, അതുപോലെ ഈ ഭാഗത്തൊക്കെ ഉള്ളവരെല്ലാം തിരുവനന്തപുരത്തിന് പോകുന്നതെല്ലാം വരുന്ന വാഹനങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ 26 ഭാഗം, ഈ പൂതക്കുഴി ഭാഗമൊക്കെ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കയറി വരുന്ന ഈ ഭാഗം. ഞാൻ പറയുന്നത്, ഈ കലുങ്ക് പണിയാൻ തുടങ്ങിയിട്ട് 4 മുതൽ 6 മാസം വരെയായി. ഞാൻ ആ ചുറ്റുവട്ടത്തെ കടക്കാരോടൊക്കെ ചോദിക്കുമ്പം അവരെല്ലാം പറയുന്നത് ഇത് 6 മാസത്തിലധികമായി ഇത് മാന്തി തൊലിച്ചിട്ടെന്നാണ് പറയുന്നത്. 6 മാസമായിട്ട് ഇതുപോലെ മാന്തി പെടാപ്പാട് പഠിച്ചിട്ടെങ്കിൽ ഇത് എന്തേരെ അമ്മ കാലത്തെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തെ സാങ്കേതികവിദ്യ എങ്ങാണ്ട ഇതിന് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 14 മീറ്ററോളം കെ റോഡിൻ്റെ ആവറേജ് വീതിയുണ്ട്. ഈ 14 മീറ്ററിനകത്ത് അതിൻ്റെ സൈഡിലോട്ടുള്ള ഒരു ശകലം കൂടെയൊക്കെ കൂട്ടി ചേർത്തെടുക്കാമെങ്കിൽ ഒരു 10-14 മീറ്ററിൽ ഒരു 8 മീറ്റർ കറക്റ്റായിട്ട് അങ്ങോട്ട് എക്സ്കവേറ്റ് ചെയ്ത് അല്ലെ മാന്തിയിട്ട് കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇത് ഒരാഴ്ച കൊണ്ട് തീർക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വിവരാവകാശം വെക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ പൊൻകുന്നം സെക്ഷൻ PWD ഓഫീസിലാണ് ഇതിൻ്റെ വിവരാവകാശം വെക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ PWDയുടെ ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ കലുങ്കിൻ്റെ പേരിൽ എത്ര പ്രാവശ്യം എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് വിവരാവകാശം വെക്കാമെങ്കിൽ ഈ നാട്ടുകാരൻ കിടന്ന് ഈ പെടാപ്പാട് പെടുന്നതിൻ്റെ കാരണം എന്നാന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ഇന്ന് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ, രാവിലെ പോയി നിൽക്കുമ്പോൾ ഓരോ വണ്ടികളും അവിടെ വന്ന് കിടന്ന് പെടാപ്പാട് പെടുക കടന്നു പോകാൻ. ഒരു തരത്തിലും കടന്നു പോകാനുള്ള ഇടയില്ല. എന്നിട്ട് ഇങ്ങേ വശം തന്നെ ആ കലുങ്ക് ഇപ്പം മാർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നിടത്ത് അവിടെ ഒരു വേലിയോ ഒന്നുമില്ല. നേരെ വണ്ടി വന്നാൽ ഈ കാനയ്ക്കകത്തോട്ട് പോകത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടോ തൊടുപുഴയിൽ ഒരു 27 വയസ്സുകാരൻ മരിച്ചത്. ഇനി അതുപോലെ ആരെങ്കിലും അവിടെ വന്ന് വീണ് മരിക്കുന്നത് വരെ ഈ ഉദ്യോഗസ്ഥന്മാർ ചെറ്റകൾ യാതൊരു നടപടി അവിടെ എടുക്കുകയില്ല. ഞാൻ ആ കഴിഞ്ഞ പല ദിവസങ്ങളിലും എനിക്ക് കാഞ്ഞിരപ്പള്ളി ടൗണിൽ കൂടെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിട്ട് ഈ മണിക്കൂറുകൾ നീറുന്ന ബ്ലോക്ക് കാരണമാണ് ഞാൻ അതിലൂടെ കയറിപ്പോകാഞ്ഞത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ MLA, കാഞ്ഞിരപ്പള്ളി ടൗണിലെ MLA എന്ന് പറയുന്നത് N. ജയരാജ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ MLA, ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ. ഈ മനുഷ്യൻ ഈ വഴി അവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. കൃത്യമായിട്ട് ആ കലുങ്ക് ഒന്ന് പണിയിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവർ കൃത്യമായ നീളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇത് പ്രീകാസ്റ്റഡ് ആയിട്ടുള്ള കലുങ്കുകൾ, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ പല പാലങ്ങളുടെ ബീമുകളും സ്ലാബുകളും ഒക്കെ പ്രീകാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ക്രെയിനെ കയറ്റുക. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല പാലങ്ങളുടെയും ബീമുകളും പല പാലങ്ങളുടെ സ്ലാബുകളും പ്രീകാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട്, എന്ന് പറഞ്ഞാൽ മുന്നേ വാർത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരത് അങ്ങോട്ട് കയറ്റി വെക്കുക ചെയ്യുന്നത്. കയറ്റി വെച്ചിട്ട് അതിൻ്റെ ജോയിൻറ്റ് മാത്രം മുറിക്കാൻ മതി. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ 150, 200, 300 ഒക്കെ നിലയുള്ള കെട്ടിടങ്ങൾ ഒറ്റ വർഷം കൊണ്ട് പണി തീരും. കാരണം ഇതെല്ലാം പ്രീകാസ്റ്റഡാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രീകാസ്റ്റഡായിട്ട് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കും. ഞാനത് നമ്മുടെ ഇവിടുത്തെ രീതി പറയുകയാണെങ്കിൽ, കൃത്യമായ രീതിയിൽ അതിൻ്റെ നീളവും വീതി എടുത്തിട്ട് അതൊരു 2-3 പീസുകളായിട്ട് പ്രീകാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കൃത്യമായ രീതിയിൽ, ഇത് കാഞ്ഞിരപ്പള്ളി അവിടെ കിടന്ന് പണിതുകൊണ്ടിരുന്ന 2 JCB ഇട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
എന്നാൽ ഹിറ്റാച്ചി നല്ല ആംബിയറുള്ള നല്ല സ്ട്രോങ് ആയ ഹിറ്റാച്ചി 200 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 140 ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല സ്ട്രോങ് ആയ സാധനം കൊണ്ടുവന്നിട്ട് പകുതി ഭാഗം അങ്ങോട്ട് എക്സ്കവേറ്റ് ചെയ്ത് കഴിയുമ്പം അന്നേരം ഇവിടുത്തെ ബുദ്ധിമാന്മാരായ എഞ്ചിനീയർമാരും നാട്ടുകാരും ചോദിക്കും അങ്ങനെ മാന്തി വരുമ്പോൾ പാറയായാലോ എന്ന്. പാറയായാലും അതിന് എളുപ്പ വഴിയുണ്ട്. കാരണം ആ രണ്ട് വശവും ആ കട്ട് ചെയ്യുന്ന സൈസ് മെഷീനുകളുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ബ്രേക്കറിന് പൊട്ടിച്ച് കളഞ്ഞ് ലെവൽ ചെയ്ത് അന്നേരം തന്നെ ഈ കൊണ്ടിരുന്ന പ്രീകാസ്റ്റ് കൾവർട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് അതിൻ്റെ രണ്ട് വശവും മണ്ണ് വിട്ട് റെഡിയാക്കി കയ്യോടെ ഫില്ല് ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ നേരെ ഇങ്ങേ വശം ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൊണ്ട് തീർക്കാവുന്ന കേസേ ഉള്ളിത്. വേണ്ട, ഒരാഴ്ച പിടിച്ചോട്ടെ. ഈ ഒരാഴ്ച കൊണ്ട് പിടിക്കാവുന്ന അല്ലെങ്കിൽ തീർത്ത് കംപ്ലീറ്റ് എല്ലാ പരിപാടിയും തീർത്ത് ഇത് താറും ചെയ്ത് ഡീസൻ്റായിട്ട് പോകാൻ മാക്സിമം 7 ദിവസം മതി. അന്നേരം ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ആ ഭാഗം നോക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും അതിൻ്റെ താഴെയുള്ള എഞ്ചിനീയർമാരും ഓവർസിയർമാരും ആയ സാറുമാരും കുഞ്ഞച്ചന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഈ മനുഷ്യൻ്റെ മുഴുവൻ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയത്തില്ലേ? കാഞ്ഞിരപ്പള്ളി ടൗൺ കുന്നരാശ്വരി അവിടം തൊട്ട് അങ്ങോട്ടാണ് ചില സമയത്ത് ഇത് ബ്ലോക്കായി നിൽക്കുന്നത്. മണിക്കൂറുകൾ ബ്ലോക്കായി നിൽക്കുമ്പോൾ ഈ പ്രയാസം നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ ഈ ജാമ്പൂവൻ കാലത്തെ ടെക്നോളജി ആയിട്ട് നടക്കുമ്പോൾ നിങ്ങൾ മേടിക്കുന്നത് ഏറ്റവും പുതിയ ശമ്പളമാണല്ലോ. ഏറ്റവും പുതിയ ശമ്പളം മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സർവീസ് ജനത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല? ഇവിടെ കത്തിപ്പോയ ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനമുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് കത്തിപ്പോവുക. ഇതിൻ്റെ പണം നിങ്ങൾ വഹിക്കുമോ? ഇവിടെ ഈ കത്തിപ്പോയ ഇന്ധനത്തിൻ്റെ പേരിൽ ആ പരിസ്ഥിതിക്കുണ്ടായ മലിനീകരണത്തിൻ്റെ നഷ്ടം നിങ്ങൾ കൊടുക്കുമോ? ഇനി ആ ആളുകൾ, എത്ര ആളുകളുടെ ഒരു ബസ്സിൽ 50-100 പേരുണ്ട്. അങ്ങനെ എന്തുമാത്രം ആളുകളുടെ എത്രത്തോളം മണിക്കൂറുകളാണ് നിങ്ങൾ കളഞ്ഞത്? ഇതിനകത്ത് പ്രതികൾ, കുറ്റക്കാരെന്ന് പറയുന്നത് അവിടുത്തെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ അയാളും അതിന് താഴോട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും അതിൻ്റെ ചാർജുള്ള എഞ്ചിനീയറും അതിൻ്റെ ഓവർസിയറും ഒക്കെ ഇതിനകത്തെ ക്രിമിനൽ കുറ്റക്കാരവർ. കോൺട്രാക്ടറുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. അതായത് ശരിക്കും ആ വർക്ക് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു കുഞ്ഞ് JCB കൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. വണ്ടികൾ കിലോമീറ്ററുകൾ കിടക്കുക. അത് കൃത്യമായ സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ട് ചിലപ്പോൾ അവിടെ പാറ കാണും. അങ്ങനെയുണ്ടെങ്കിൽ പാറ കട്ട് ചെയ്യാനുള്ള മെഷീന്, അത് ബ്രേക്ക് ചെയ്യാനുള്ള മെഷീന്, എക്സ്കവേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അത് ഇറക്കി വെക്കാനുള്ള ക്രെയിൻ സംവിധാനങ്ങൾ, പിന്നീട് ബാക്കി താറിങ്ങിനുള്ള സംവിധാനം എല്ലാം ഉള്ള ഒരാൾക്ക് കൊടുത്തിട്ട് കൃത്യമായിട്ട് അങ്ങ് ചെയ്യാമെങ്കിൽ കാര്യങ്ങൾ ഈസിയായിട്ട് നടക്കും. മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരോടും പറയട്ടെ, നിങ്ങൾ ഈ സൈസ് വൃത്തികേട് ഈ സമൂഹത്തോട് കാണിക്കരുത്. കാലം മാറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളിത് ചെയ്യാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇത് മാന്തി കഴിയുമ്പോൾ ഇതിൻ്റെ പേരിലുള്ള എസ്റ്റിമേറ്റുകൾ റിവേഴ്സ് ചെയ്യാനും സൗകര്യം പോലെ ബില്ല് എഴുതാനും ഒന്നും മറ്റേത് നടക്കില്ല. പ്രീകാസ്റ്റ് ചെയ്ത സാധനം കമ്പനികളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് കമ്പനി ഇടുന്ന ഒരു റേറ്റ് ഉണ്ട്. പ്ലസ് അതിൻ്റെ എറക്റ്റിംഗ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ്, എന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ചാർജ്, ആ എക്സ്കവേഷൻ്റെ ഒരു ബില്ല്. ഇനി അത് ഇച്ചിരി പണം കൂടുതലായാലും KK റോഡ് പോലെ ഇതുപോലെ, KK റോഡെന്നല്ല ഏത് റോഡാണെങ്കിലും, ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേരളത്തിൽ ഒത്തിരി സ്ഥലത്ത് ഈ പണി കാണിക്കുന്നുണ്ട്. ഈ ഹൈവേയിലൊക്കെ പല സ്ഥലത്തും ആളുകൾ ഇങ്ങനെ മണിക്കൂറുകൾ ബ്ലോക്കായി നിൽക്കുന്നതിൻ്റെ ഒക്കെ കാരണം ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ്. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ സംവിധാനം ദയവ് ചെയ്ത് വളരെ പെട്ടെന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പരിപാടികൾ തീർത്ത് അത് സഞ്ചാരയോഗ്യമാക്കണമെന്നും, ഇനി മുന്നിലോട്ട് KK റോഡിലോ കേരളത്തിലോ എവിടെയെങ്കിലും റോഡുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കലുങ്കുകൾ പണിയാൻ വേണ്ടി പൊളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയായിട്ടുള്ള പ്രീകാസ്റ്റഡ് കൾവർട്ടുകൾ കൊണ്ടുവന്നിട്ട് അത് വെച്ചോണ്ട് ജനത്തിനെ ബുദ്ധിമുട്ടിക്കരുതെന്നും, അഥവാ ജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പ്രദേശവാസികളായ ജനങ്ങളോട് പറയട്ടെ, നിങ്ങളിതിന് നിയമ നടപടികൾക്ക് പോകണം. ഒന്നിലധികം 4-5 ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർത്ത് അതിനകത്ത് നിയമ നടപടികൾക്ക് പോകാമെങ്കിൽ 2-3 ആളുകൾ കുടുങ്ങാമെങ്കിൽ ഈ പരിപാടി മാറിക്കിട്ടും. അത് തന്നെയല്ല, കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. അവിടെ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ വാർത്ത് വെച്ചേക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം വലിയ കുഴി കിടപ്പുണ്ട്. MLA ഉൾപ്പെടെയുള്ളവരോട് പറയട്ടെ, ഇനി അവിടെ ആരെങ്കിലും വീണ് ചത്തു കഴിയുമ്പം നിങ്ങൾ പുതിയ വകുപ്പുമായിട്ട് വരരുത്. തൊടുപുഴയിൽ അന്ന് വീണെടുത്ത് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു 108 കണ്ട് പറയുന്ന ഒരു പുതിയ സെക്ഷൻ പ്രകാരം കൂടെ കേസെടുത്താൽ ഉദ്യോഗസ്ഥൻ്റെ പണി പോകും. 1 ലക്ഷം രൂപ ഒറ്റയടിക്ക് അടപ്പിക്കും. അതോടുകൂടി ഉദ്യോഗസ്ഥൻ്റെ പണിയും പോകും. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.